ഇന്നലെ ചിഞ്ചു റാണിയുടേതായിട്ട് പറഞ്ഞത് അവിടെ CCTV ക്യാമറകൾ സ്ഥാപിക്കുവാൻ പോവുകയാണ് എന്നാണ്. ചിഞ്ചു റാണിയോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്ന് പണം ചിലവാക്കി 2019 ആണ്ടിൽ സ്ഥാപിച്ച CCTV എവിടെ പോയി? 2021 ആണ്ടിൽ പുനഃസ്ഥാപിച്ച CCTV എവിടെ പോയി? ആ CCTV അത്രയും നശിപ്പിച്ചത് അവിടുത്തെ SFIക്കാരാണ്. SFIക്കാരന് മാത്രം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ക്യാമ്പസാണ്. ഞാൻ ചോദിച്ചോട്ടെ, ജനാധിപത്യവും സോഷ്യലിസവും ഉറപ്പ് പറയുന്ന SFIക്കാരന് ക്യാമ്പസിലെ ഹോസ്റ്റലിനകത്ത് CCTV ഇരിക്കുമ്പോൾ എന്തിനാണ് CCTVയോട് ഇത്ര പരാക്രമം? അപ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യത ഈ സംസ്ഥാന സർക്കാരിനുണ്ട്. വിജയനും ആഭ്യന്തരമന്ത്രിയായ വിജയനും മുഖ്യമന്ത്രിയായ വിജയനും തമ്മിലൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് നമ്പർ 1 പോയിന്റ് എന്ന് തെളിയിക്കാൻ. ഈ സെക്രട്ടേറിയറ്റിനകത്ത് ക്ലിഫ് ഹൗസിനകത്ത് മരപ്പട്ടിയെപ്പറ്റി വിജയൻ പറഞ്ഞു. ഈ സെക്രട്ടേറിയറ്റിനകത്ത് മരപ്പട്ടികളുടെ ഭരണം ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരന് ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യപ്പെടേണ്ടി വരുന്നത്. വിജയനോട് ചോദിക്കുന്നു, കേരളം പോലും സംസ്ഥാനത്തിനകത്ത് സിദ്ധാർത്ഥനെ പോലും ചെറുപ്പക്കാരൻ അതിക്രൂരമായി പൈശാചികമായി നരനായാട്ടിലൂടെ കൊല്ലപ്പെട്ടിട്ട് ഇതുവരെ വിജയൻ ഒരു പ്രസ്താവനയിലൂടെ മുഖപുസ്തകത്തിലെ ഒരു കുറിപ്പിലൂടെ അനുശോചനമെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? വിജയൻ ഫേസ് ടു ഫേസ് നടത്തുന്നുണ്ടല്ലോ വ്യവസായികളുമായി, വ്യാപാരികളുമായി, സിനിമാ താരങ്ങളുമായി. ആ ഫേസ് ടു ഫേസ് നടത്തുന്ന പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, മിസ്റ്റർ വിജയൻ, ആർ യു ഡെയർ ഇനഫ് ടു ഫേസ് ദ പാരൻസ് ഓഫ് സിദ്ധാർത്ഥൻ? സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രക്ഷിതാക്കളെ ഈ മുഖാമുഖത്തിലൊന്നും വന്നിരുന്ന് കാണാനുള്ള ആർജവം, ധൈര്യം പിണറായി വിജയൻ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതടക്കമുള്ള വിഷയങ്ങളിൽ ഈ സംസ്ഥാന സർക്കാർ വെച്ചു പുലർത്തുന്ന കൊള്ളരുതായ്മകൾക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു മാധ്യമ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തത്. ഈ നരനായാട്ടിൽ മാധ്യമപ്രവർത്തകർ കേരളത്തിൻ്റെ ഹൃദയപക്ഷത്തോടൊപ്പമുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ഹൃദയപക്ഷത്തിൽ നിന്ന് പോരാടാൻ തന്നെയാണ് പ്രതിപക്ഷത്തെ യുവജന, വിദ്യാർത്ഥി, മഹിളാ സംഘടനകൾ എന്ന നിലയിൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കുവാൻ പോകുന്ന, ഇതുവരെ നേതൃത്വം കൊടുത്ത സമരങ്ങളും ഇനി നേതൃത്വം കൊടുക്കുവാൻ പോകുന്ന സമരങ്ങളും ഇത് നാടിനു വേണ്ടിയിട്ടുള്ള സമരമാണ്. സിദ്ധാർത്ഥനും രോഹിത് വേമുലയും ഒക്കെ ഒറ്റപ്പെട്ട പേരുകളായി അവസാനിക്കണം. അടിക്കടി ആവർത്തിക്കപ്പെടേണ്ടുന്ന പേരുകളായി സിദ്ധാർത്ഥനും രോഹിത് വേമുലയും മാറാൻ പാടില്ല. SFIക്കാരൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടെങ്കിൽ എത്ര സിദ്ധാർത്ഥന്മാരാണ് കണ്ണിന് കാഴ്ച പോയി, ചെവിക്ക് കേൾവിശക്തി നഷ്ടമായി, മിണ്ടാൻ കഴിയാതെ, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ മൃതപ്രായരായി കിടക്കുന്ന എത്ര സിദ്ധാർത്ഥന്മാരുണ്ട്. ഹോസ്റ്റലുകൾ, പ്രത്യേകിച്ച് മെൻസ് ഹോസ്റ്റലുകൾ, ഉത്തരവാദിത്തത്തോടെ പറയട്ടെ, കേരളത്തിനകത്തെ ഏറ്റവും വലിയ ഡ്രഗ് ക്യാരിയേഴ്സ്, ഏറ്റവും വലിയ ഡ്രഗ് പെഡലേഴ്സ് SFI എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവർ ലഹരി കൊണ്ടും ഭയം കൊണ്ടുമാണ് ക്യാമ്പസുകൾ ഭരിക്കുന്നത്. പലപ്പോഴും സർവകലാശാലകളുടെ കീഴിലെ കോളേജ് ഇലക്ഷനുകൾ വരുമ്പോൾ നിങ്ങൾ പറയാറുണ്ടല്ലോ, 100 കോളേജിൽ 80 കോളേജ് SFI ജയിച്ചെന്ന്. എങ്ങനെയാണ് ജയിക്കുന്നത്? പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടല്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നില്ലേ, 130 കുട്ടികളിൽ ഒരാൾ പോലും എന്താണ് സാക്ഷി പറയാത്തതെന്ന്? ധൈര്യമില്ല, ഭയമാണ്. ആ ഭയം കൊണ്ടാണ് SFIക്കാരൻ കേരളത്തിലെ ക്യാമ്പസുകൾ ഭരിക്കുന്നത്. ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു, കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകളിൽ അടിയന്തരമായ റെയ്ഡ് നടക്കണം. അവിടെ SFIക്കാരൻ നേതൃത്വം കൊടുക്കുന്ന ലഹരി കൊട്ടേഷൻ മാഫിയകളെ പോലീസ് പിടികൂടുവാൻ തയ്യാറാകണം. കേരളത്തിലെ ഹോസ്റ്റലുകളിൽ SFIക്കാരൻ അടക്കി ഭരിക്കുന്ന SFIക്കാരൻ മുടക്കോഴ മലകൾ പോലെയുള്ള പാർട്ടി ഓഫീസുകളാക്കി, പാർട്ടി ഗ്രാമങ്ങളാക്കി. കണ്ടിട്ടില്ലേ ഹോസ്റ്റലുകളിൽ ചെഗ്വേരയുടെ പടം? എന്താ ചെഗ്വേരയ്ക്ക് ഹോസ്റ്റലുകളിലെ ചുവരുകളിൽ കാര്യം? ചെഗ്വേരയുടെ വീട്ടിൽ നിന്ന് പണമെടുത്തിട്ടാണോ ഹോസ്റ്റലുകൾ പണിഞ്ഞിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ ചെഗ്വേരയുടെ പടം വെച്ച് പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റിയിരിക്കുന്ന ഹോസ്റ്റലുകൾ ജനാധിപത്യത്തിൻ്റെ വെളിച്ചമോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസമോ എത്തിപ്പെടാത്ത ആ ഹോസ്റ്റലുകളിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇടിച്ചു നിരത്തണം. ആ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടാകണം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരളത്തിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഡ്രഗ് പെഡലിങ്ങും അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റികളും അന്വേഷിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെത് ഇതുവരെ ആത്മഹത്യ മാത്രമായി നിലനിൽക്കുന്ന സിദ്ധാർത്ഥൻ്റെ കേസ് ക്ലിയർ കട്ട് മർഡറാണ്. ഇവർ കൊലപാതകികളാണ്. ഈ നാടിനെ നടുക്കുന്ന കൊലപാതകികളായി ഇവർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാവശ്യപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സമ്മേളനം. ഇതിൽ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ പര്യാപ്തമല്ല. CBI, കേരള സംസ്ഥാന സർക്കാരിന് സ്വാധീനിക്കുവാൻ കഴിയാത്ത രീതിയിൽ CBI എൻക്വയറി കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.